24 റൗണ്ടപ്പിലേക്ക് വീണ്ടും കൊച്ചിയിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് GCDA സൈറ്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. എസ് എസ് ഉഷയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കരാറിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ സൈറ്റ് എഞ്ചിനീയർക്കുള്ള സസ്പെൻഷൻ അതിലൂടെ തലയൂരാനുള്ള ശ്രമമാണോ? ഇപ്പോൾ തന്നെ ഈ അനുമതിയുമായി ബന്ധപ്പെട്ടടക്കം ഉയരുന്ന അതിഗുരുതരമായ ആരോപണങ്ങളുണ്ട്, ചില ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. അതിനൊക്കെ ഇടയിൽ ഇങ്ങനെ സൈറ്റ് എഞ്ചിനീയർക്ക് ഒരു സസ്പെൻഷൻ എന്നതിൽ ഇത് പുതുക്കി തലയൂരാനുള്ള നീക്കമാണോ അശ്വിൻ? അരജിത്ത്, അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം ഈ അപകടത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഒരിക്കലും സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല, GCDയുടെ ചെയർമാൻ അടക്കമുള്ളവർ ഇതിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനിടെയാണ് ഈ സൈറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് GCDയെ കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൃദംഗാവിഷനെയായിരുന്നു പൂർണ്ണമായും കുറ്റപ്പെടുത്തിയിരുന്നത്. GCDക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, അപകടം പൂർണ്ണമായും മൃദംഗാവിഷന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലപാടായിരുന്നു GCDയെ ചെയർമാൻ അടക്കം പരസ്യപ്പെടുത്തിയിരുന്നത്. അതിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ആ നിലപാട് മാറ്റിക്കൊണ്ട് GCDയ്ക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു മനംമാറ്റം അല്ലെങ്കിൽ ഒരു വീഴ്ച സമ്മതിക്കലൊക്കെ GCDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ സൈറ്റ് എഞ്ചിനീയറായ SS ഉഷയെയാണ് ചുമതലകളിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. അന്വേഷണ വിധേയമായ സസ്പെൻഷനാണ്. ഏറ്റവും പ്രധാനമായി GCDയ്ക്ക് ഈ അപേക്ഷ ലഭിച്ചത്, സ്റ്റേഡിയം വിട്ടുകിട്ടണം എന്നുള്ള അപേക്ഷ ലഭിച്ചതിന് പിന്നാലെ നടത്തിയ കരാർ ഒപ്പിടൽ, ആ കരാറിലെ നിബന്ധനകൾ അത് പാലിച്ചോ എന്നുള്ള പരിശോധനകൾ ഈ സൈറ്റ് എഞ്ചിനീയർ നടത്തിയില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിൽ സസ്പെൻഷൻ എന്നുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് വേണ്ടി GCDയെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുടെ കീഴിൽ 3 അംഗ വിദഗ്ധ സമിതിയും ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുകൂടി GCDയെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.